എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. 19 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിലിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ അവർണ്ണനീയമായ രഹസ്യങ്ങളിൽ വിസ്മയഭരിതനായി നാലപ്പാട്ട് നാരായണമേനോൻ എന്ന കവി കണ്ണുനീർ തുള്ളി എന്ന കവിതയിൽ ചോദിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനങ്ങളും മനുഷ്യ മനസ്സുകൾക്ക് സങ്കല്പിക്കുവാനോ വിവരിക്കുവാനോ സാധിക്കുന്നതിനും അപ്പുറമായ അനന്തമായ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നു എന്നും അതിൻ്റെ ഏതോ ഒരു കോണിൽ ഇരിക്കുന്ന നിസ്സാരനായ മനുഷ്യൻ അനന്തമായി പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് എന്തറിയുന്നു എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ കണ്ണു തുറന്ന് നോക്കുവാൻ ശ്രമിക്കുന്ന സകലർക്കും ലഭിക്കുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയാണ് ദൈവത്തിൻ്റെ അനന്തമായ മഹത്വവും മനുഷ്യൻ്റെ ബലഹീനമായ നിസ്സാരതയും. ഈ പ്രപഞ്ചത്തിൻ്റെ അവർണ്ണനീയമായ മാസ്മരികതയിൽ വശീകരിക്കപ്പെട്ട് കവിക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിൽ അത്ഭുത സ്തബ്ധനായി ദാവീദ് എഴുതിയതാണ് 19 സങ്കീർത്തനം. ആടിനെ തീറ്റിക്കഴിഞ്ഞ് സന്ധ്യയിൽ അവയെ ആലയിൽ പ്രവേശിപ്പിച്ച ശേഷം വിശ്രമിക്കുവാൻ വനത്തിനുള്ളിലെ ഏതോ പ്രത്യേക സ്ഥലത്ത് നീണ്ടു നിവർന്ന് കിടന്ന ദാവീദ് പ്രപഞ്ചത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തൻ്റെ കൺമിഴികൾ കൊണ്ട് ഒഴിയുകയാണ്. ആകാശം ഒരു വലിയ തട്ടിൻപുറം പോലെ വിസ്തൃതമായ പരപ്പിൽ നീണ്ടു വിരിഞ്ഞ് നിൽക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിരിഞ്ഞു നിൽക്കുന്ന ആകാശം തന്നെ വർണ്ണിക്കാനാവാത്ത കഥകൾ വിവരിക്കുന്നു എന്ന് ചുരുക്കം. അതിന് വാക്കുകളും ഭാഷയും ഒന്നും വേണ്ട. അത് ദൈവത്തിൻ്റെ കരവിരുത് പ്രസിദ്ധമാക്കിക്കൊണ്ട് അവിടെ സ്ഥിതി ചെയ്യുകയാണ്. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പകലിനെ കുറിച്ചുള്ള സകല വിവരവും പകലിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നു എന്നും അതുപോലെ തന്നെ രാത്രിയെക്കുറിച്ചുള്ള സകല അറിവുകളും രാത്രിക്കകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നു എന്നും സാരം. അതിന് പ്രത്യേകിച്ച് ഭാഷയോ വാക്കുകളോ വിവരണങ്ങളോ ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, വെളിച്ചം എന്ന വാക്കിനകത്ത് ആ വെളിച്ചത്തിന് പ്രത്യേക വിവരണങ്ങൾ ആവശ്യമില്ലാതെ അതിൻ്റെ അർത്ഥം എങ്ങനെ അടങ്ങിയിരിക്കുന്നുവോ അതുപോലെ രാത്രിയും പകലും അത് സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ആജ്ഞ വരവണ്ണം തെറ്റാതെ പാലിക്കുന്നു. ഒരു രാത്രിയോ ഒരു പകലോ അതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം അല്പം തെറ്റിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിയെല്ലാം തകിടം മറിയും, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ആകയാൽ പരിപൂർണ അനുസരണത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ സൃഷ്ടാവിനെ അനുസരിക്കുന്നുവെന്ന സന്ദേശവും രാത്രിയും പകലും നൽകുന്നു എന്ന് ചുരുക്കം. വീണ്ടും ദാവീദ് സൂര്യനെ നോക്കുകയാണ്. അത് അതിരാവിലെ വിവാഹത്തിനായി മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ പോലെ യാത്ര ആരംഭിക്കുന്നതായി അദ്ദേഹം പറയുന്നു. വീരനെ പോലെ അവൻ ഓടുന്നു. അവൻ ഓടുന്ന ഓട്ടത്തെക്കുറിച്ച് ഭാരമോ വേദനയോ ഇല്ലാതെ ഇത്രയും കാലമായിട്ടും സന്തോഷത്തോടെ ഓടുന്നു എന്ന് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരറ്റത്ത് ആരംഭിച്ച് മറ്റേ അറ്റം വരെ എത്തി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ രശ്മികൾ സ്പർശിക്കാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയുമില്ല എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളെയും ജീവനും ചൈതന്യമുള്ളതായി നിലനിർത്തുവാൻ ആവശ്യമായവയെല്ലാം നൽകി തൻ്റെ കിരണങ്ങൾ കൊണ്ട് സകല ജീവജാലങ്ങളെയും തലോടി പ്രയാണം നടത്തുന്നു എന്ന് സാരം. എത്ര വിദഗ്ധമായ ബുദ്ധി വൈഭവമാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ നാം കാണുന്നത്. ആ സൃഷ്ടി വൈഭവത്തിന് മുൻപിൽ ദാവീദ് സ്വയം തലകൾ വണക്കി സമർപ്പിക്കുകയാണ്. ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന 3 സന്ദേശങ്ങൾ ചുരുക്കമായി പറയട്ടെ. 1, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ വളരെ സങ്കീർണമാണ്. മനുഷ്യ മനസ്സുകൾക്ക് അത് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ദൈവം തൻ്റെ പദ്ധതിയിലൂടെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് 70-80 വർഷത്തേക്ക് മാത്രം വരുന്ന മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയവനാണെന്ന അഹങ്കാരത്തോടെ ഞാൻ സകലതും കീഴടക്കുമെന്ന് വ്യർത്ഥമായി വ്യാമോഹിച്ച് അഹങ്കരിക്കരുത്. 2, അദൃശ്യ ശക്തികളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥങ്ങളും ക്ഷീരപഥങ്ങളും സകല ജീവജാലങ്ങളും സൃഷ്ടാവിൻ്റെ മുൻപിൽ തങ്ങൾ വെറും സൃഷ്ടികളും സൃഷ്ടാവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ബാധ്യതയുള്ളവരുമാണ് എന്ന ബോധത്തോടെ
അവയുടെ അയനങ്ങളും ചലനങ്ങളും നിർവഹിക്കുമ്പോൾ മനുഷ്യനും സൃഷ്ടാവായ ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അനുസരണയോടെ നിർവഹിക്കുവാൻ തയ്യാറാകണം. 3. ഈ പ്രപഞ്ചത്തിൻ്റെ മൺതരി മുതൽ ആകാശവിതാനം വരെ നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടി വൈഭവത്തെ കണ്ണു തുറന്ന് ഓരോ നിമിഷവും കാണുവാനും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാനും ആ മഹത്വത്തിന് മുൻപിൽ തലകൾ വണക്കി എപ്പോഴും ആ മഹത്വത്തെ ആരാധിക്കുവാനും നമുക്ക് കഴിയണം. ആ ഒരു വലിയ ഉൾക്കാഴ്ച ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.